ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് തുടക്കം മുതൽ പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് അമേരിക്ക. നേരത്തെ ആയുധങ്ങളും സൈനികരും അടക്കമുള്ള സഹായങ്ങൾ കൈമാറി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് കരുത്തു പകർന്ന അമേരിക്ക റഫ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതുതായി 25 F-35 പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ $2.5 ബില്യൺ ആയുധങ്ങളാകും നൽകുക. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള US തീരുമാനം. ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയെന്ന പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമാണ് പുതിയ ആയുധ കൈമാറ്റമെന്നാണ് US സ്റ്റേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം. പോർ വിമാനങ്ങൾക്ക് പുറമെ 1800-ലധികം MK-84 ബോംബുകളും ഇസ്രായേലിന് കൈമാറും. റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ എതിർപ്പുണ്ടെങ്കിലും ആയുധ സഹായം നിർത്തിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ശക്തമാണ്. അതേസമയം ഗസയിൽ ക്രൂരമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഗസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 കുഞ്ഞുങ്ങളടക്കം 8 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഗസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണത്തിൽ 17 പേരും കൊല്ലപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 16 സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ ഇതിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 32,623 ആയി. 75,092 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ അർദ്ധരാത്രി വെസ്റ്റ് ബാങ്കിലെ വീടുകളിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേൽ അധിനിവേശ സേന 13കാരനെ വെടിവെച്ചു കൊന്നു. ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് തെക്ക് ബബദിയയിലെ മൂത്തസിൻ നബീൽ അബു ആബിദ് എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. നെഞ്ചിൽ വെടിയേറ്റ മൂത്തസിൻ ജനീനിലെ അൽ റാസി ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മറ്റ് 2 യുവാക്കൾക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു. നിരവധി പേരെ ഇസ്രായേൽ സേന പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഖാൻ യൂനിസിൽ ഹമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ അധിനിവേശ സൈനികൻ കൊല്ലപ്പെട്ടു. 16 സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പടിഞ്ഞാറൻ ഖാൻ യൂനിസിലെ അൽ അമലിന് സമീപം ഇസ്രായേൽ അധിനിവേശ സേന സ്ഥാപിച്ച ഗാർഡ് പോസ്റ്റിന് നേരെയാണ് ഹമാസിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. സിറിയയിലെ അലപ്പോയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കെ കടുത്ത പ്രസ്താവനയുമായി റഷ്യ രംഗത്ത് വന്നു. സിറിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണം അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും യുദ്ധവിമാനത്തിന് ആക്കങ്ങൂട്ടുമെന്നും റഷ്യ പ്രതികരിച്ചു. പട്ടിണി പിടിമുറുക്കിയ വടക്കൻ ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ലോകത്തിന്റെ അഭ്യർത്ഥന നടപ്പാക്കാൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശവും ഇസ്രായേൽ തള്ളുകയാണ്.